നമസ്കാരം. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡാണ്. സെക്ഷൻ 22-27 ഡീൽസ് വിത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. Conditions for taxing income under the head house property. There should be a building or land apartment thereto, and the property should be owned by the assessee. Such building should not be used for own business or profession. ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കണം, ആ പ്രോപ്പർട്ടി അസസ്സി ഓൺ ചെയ്യുന്നതായിരിക്കണം. ആ ബിൽഡിംഗ് അസസ്സിയുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നത് ആയിരിക്കരുത്. The assessee must be the owner or deemed owner of the property. അസസ്സി ആയിരിക്കണം, അസസ്സി ആ പ്രോപ്പർട്ടിയുടെ ഓണർ അല്ലെങ്കിൽ ഡീംഡ് ഓണർ ആയിരിക്കണം, നിർബന്ധമായിട്ടും ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ അതിനെ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, ഡീംഡ് ഓണർ. ഏതൊക്കെ കേസിലാണ് ഒരു അസസ്സിയെ ഡീംഡ് ഓണറായിട്ട് പരിഗണിക്കാമെന്ന് നോക്കാം. ട്രാൻസ്ഫർ ടു സ്പൗസ് ഓർ മൈനർ ചൈൽഡ്, ഹോൾഡർ ഓഫ് ഇൻപാർഷ്യബിൾ എസ്റ്റേറ്റ്, മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പേഴ്സൺ ഈസ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി ത്രൂ അറ്റോർണി, പേഴ്സൺ ഹാവിംഗ് റൈറ്റ് ഇൻ പ്രോപ്പർട്ടി ഫോർ നോട്ട് ലെസ് ദാൻ 12 years. നെക്സ്റ്റ്, property income which are exempt. Farmhouse, palace of ex-ruler, self-occupied house property, property used for charitable purpose, house property used for own business or profession, house property of registered trade union or local authority, etc. are exempt from property income. Section 22, charging section. The annual value of building or land attached thereto of which assessee is the owner not occupying the building for his own business or profession. ഒരു ബിൽഡിങ്ങിൻ്റെ ആനുവൽ വാല്യൂ ആണ് ഈ സെക്ഷൻ അനുസരിച്ച് ടാക്സ് ചെയ്യാൻ എടുക്കുന്ന ഇൻകം എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ ആനുവൽ വാല്യൂ ആണ് ഈ സെക്ഷൻ 22 അനുസരിച്ച് നമ്മൾ ടാക്സ് ചെയ്യാൻ എടുക്കുന്നത്. ആ ബിൽഡിംഗ് അയാളുടെ ബിസിനസ്സിനോ അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കരുത്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എക്സ് ലെറ്റ് ഔട്ട് എ ഹൗസ് പ്രോപ്പർട്ടി ടു മിസ്റ്റർ വൈ ഹൂ ഇൻറ്റൻഡ് ടു ക്യാരി ഓൺ ഹിസ് പ്രൈവറ്റ് ബിസിനസ്. അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് നമ്മളതിന് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് മിസ്റ്റർ എക്സ് വൈക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് ഒരു ബിൽഡിംഗ്. ആ പ്രോപ്പർട്ടി മിസ്റ്റർ വൈ അയാളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ മിസ്റ്റർ എക്സ് അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായിട്ട് ആ വരുമാനം ടാക്സ് ചെയ്യണം. നെക്സ്റ്റ്, മിസ്റ്റർ എക്സ് യൂസ് ഹിസ് പ്രോപ്പർട്ടി ടു ക്യാരി ഓൺ ഹിസ് ഓൺ പ്രൈവറ്റ് ബിസിനസ്. ഇവിടെ ഈ എക്സാമ്പിൾ അനുസരിച്ച് മിസ്റ്റർ എക്സ് അയാളുടെ പ്രോപ്പർട്ടി അയാളുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇൻകം ഫ്രം സച്ച് പ്രോപ്പർട്ടി ഡസ് നോട്ട് കം അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബട്ട് ഇൻകം ഫ്രം ബിസിനസ്. അപ്പം അയാൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് അയാളുടെ സ്വന്തം ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് ഇൻകം, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ബിസിനസ് ഇൻകമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ആ അസസ്സി ആ ബിൽഡിങ്ങിൻ്റെ അസസ്സിക്ക് കിട്ടുന്ന ആ ബിൽഡിങ്ങിൻ്റെ ആനുവൽ വാല്യൂവിൽ നിന്നും ആനുവൽ വാല്യൂവിനെയാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായിട്ട് ടാക്സ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പാലിക്കേണ്ട നിബന്ധന എന്തെന്ന് വെച്ചാൽ ആ ബിൽഡിംഗ് അയാളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കരുത്. ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി യൂസ് ചെയ്യുകയാണ് എങ്കിൽ അത് ബിസിനസ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സെക്ഷൻ 23, ആനുവൽ വാല്യൂ. ഇറ്റ് റെപ്രസെൻറ്റ് ദി ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഏണിംഗ് കപ്പാസിറ്റിയെയാണ് നമ്മൾ ചുരുക്കത്തിൽ ആനുവൽ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Income from house property is calculated on 12-month rental value of the property, not on a receipt basis. Receiving rent is not important. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 മാസത്തെ റെൻ്റൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. റെൻ്റ് ആക്ച്വൽ റെസിപ്റ്റ് നടക്കണം എന്നില്ല ടാക്സ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കാൻ. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി കംസ് അണ്ടർ ദിസ് ഹെഡ്. നമ്മുടെ സ്വന്തം താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയും ഈ ഹെഡിൽ വരും. ഇൻകം ഇൻക്ലൂഡ് ലോസസ്. ദെയർഫോർ വി ക്യാൻ ഷോ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് റെൻറ്റഡ് ഹൗസ് പ്രോപ്പർട്ടി ഓർ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ഇൻകം എന്ന ടേമിൽ ലോസും ഇൻക്ലൂഡഡ് ആണ്. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെയും റെൻറ്റഡ് പ്രോപ്പർട്ടിയുടെയും ലോസ് കൺസിഡർ ചെയ്യും. Net annual value is always 0 for 100% സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. പൂർണ്ണമായിട്ടും പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ ആനുവൽ വാല്യൂ 0 ആയിരിക്കും. If owners stay in more than one house, the owner can choose any one of the house which will reduce overall taxability. ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീട് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ അവർക്ക് ടാക്സബിലിറ്റി കുറയ്ക്കുന്നത് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോഴാണോ ബെറ്റർ എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് വീടിനെ സെൽഫ് ഓക്യുപ്പൈഡ് ആക്കണം എന്ന് തീരുമാനിക്കുന്നത്. സാധാരണയായിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ കൂടുതലുള്ള പ്രോപ്പർട്ടി ഏതാണോ അതിനെ സെൽഫ് ഓക്യുപ്പൈഡ് ആക്കി മാറ്റുന്നതായിരിക്കും ഉചിതം. ഗ്രോസ് ആനുവൽ വാല്യൂ. Annual value of the property shall be the sum for which the property might reasonably be expected to let out from year to year. ഒരു പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്താൽ ഒരു വർഷം കിട്ടാവുന്ന റെൻ്റൽ വാല്യൂവിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുന്നത് ഇറ്റ് വിൽ ബി ഹയർ ഓഫ് കോമ്പോണൻസ് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ആൻഡ് റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആക്ച്വൽ റെൻറ്റും റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റും കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ വാല്യൂ ഏതിനാണോ ആ ഹയർ വാല്യൂവിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് ആക്ച്വൽ റെൻറ്റും റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റും കമ്പയർ ചെയ്യുക. ആ റെൻ്റൽ വാല്യൂവിൽ ഏതാണോ ഹയർ വാല്യൂവിനെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് പരിഗണിക്കുക. റീസണബിളി എക്സ്പെക്റ്റഡ് റെൻറ്റ്. The reasonable expected rent is equal to the higher of fair rental value or municipal valuation, but it is limited to standard rent fixed by Rent Control Act. ഇത് കണ്ടുപിടിക്കാൻ താഴെ പറയുന്ന രീതിയിൽ റെൻറ്റിനെ കമ്പയർ ചെയ്യുക. ഫെയർ റെൻ്റൽ വാല്യൂവും മുനിസിപ്പൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ വാല്യൂവിനെ എടുക്കുക. ഫെയർ റെൻ്റൽ വാല്യൂവും മുനിസിപ്പൽ വാല്യൂവും കമ്പയർ ചെയ്യുക, അതിൽ ഹയറിനെ എടുക്കുക. ആ ഹയർ വാല്യൂവും സ്റ്റാൻഡേർഡ് റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുക, അതിലെ ലോവർ വാല്യൂ എടുക്കുക. ഈ ലോവർ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത്. ഈ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുക, അതിലെ ഹയർ എടുക്കുക. ആ ഹയർ വാല്യൂവിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഫെയർ വാല്യൂ 1 lakh, മുനിസിപ്പൽ വാല്യൂ 80,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് 90,000, ആക്ച്വൽ റെൻറ്റ് 95,000 എന്നിങ്ങനെയാണ്. അപ്പോൾ ഫെയർ റെൻ്റൽ വാല്യൂവും മുനിസിപ്പൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഫെയർ റെൻ്റൽ വാല്യൂവും മുനിസിപ്പൽ വാല്യൂവും തമ്മിലുള്ള കമ്പാരിസനാണ്. ഇവിടെ ഫെയർ റെൻ്റൽ വാല്യൂ 1 lakh, മുനിസിപ്പൽ വാല്യൂ 80,000, രണ്ടും കമ്പയർ ചെയ്യുന്നു, അതിൽ ഹയർ എടുക്കുന്നു. അപ്പോൾ 1 lakh ആണ് ഹയർ. ആ റിസൾട്ടും സ്റ്റാൻഡേർഡ് റെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അതിലെ ലോവർ എടുക്കുന്നു. ഇവിടെ സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത് 90,000 ആണ്. 1 lakh 90,000 കമ്പയർ ചെയ്യുന്നു, അതിലെ ലോവർ എടുക്കുന്നു, മീൻസ് 90,000 ആണ് ലോവർ. ആ ലോവർ എന്ന് വിളിക്കുന്ന പേരാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അതിലെ ഹയർ വാല്യൂ എടുക്കുന്നു. ഹയർ വാല്യൂ ഇവിടെ ആക്ച്വൽ റെൻറ്റ് 95,000 ആണ്, എക്സ്പെക്റ്റഡ് റെൻറ്റ് 90,000 ആണ്. അപ്പം
രണ്ടും കമ്പയർ ചെയ്യുന്നു, അതിൽ ഹയർ എടുക്കുന്നു. ഹയറിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ 95,000 ആണ്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ബട്ട് വാസ് വേക്കൻറ്റ് ഫോർ ഓൾ ഓർ പാർട്ട് ഓഫ് ഇയർ. Owing to vacancy, actual rent is lower than reasonably expected rent. If yes, gross annual value will be actual rent. If no, gross annual value will be higher of reasonably expected rent or actual rent. ഹൗസ് പ്രോപ്പർട്ടി ഒരു വർഷം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആ കാരണം കൊണ്ട് ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറവ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ആക്ച്വൽ റെൻറ്റിനെ തന്നെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് പരിഗണിക്കാം. അതായത് വേക്കൻസി മൂലം എക്സ്പെക്റ്റഡ് റെൻറ്റ് ആക്ച്വൽ റെൻറ്റിനേക്കാൾ കൂടുകയാണ് എങ്കിൽ ആക്ച്വൽ റെൻറ്റിനെ തന്നെ എന്തായിട്ട് പരിഗണിക്കാം? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് പരിഗണിക്കാം. വേക്കൻസി മൂലമാണ് എങ്കിൽ. അല്ലാത്ത കേസിൽ അത് രണ്ടും എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിലെ ഹയർ വാല്യൂവിനെ പരിഗണിക്കാം. വേക്കൻസി വരികയാണെങ്കിൽ ആക്ച്വൽ റെൻറ്റിന് തന്നെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് പരിഗണിക്കേണ്ടത്. നെക്സ്റ്റ്, മുനിസിപ്പൽ ടാക്സസ്. Municipal taxes are levied by local authority on house property. ലോക്കൽ അതോറിറ്റി ബിൽഡിങ്ങിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് മുകളിൽ ഈടാക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് മുനിസിപ്പൽ ടാക്സ്. ദേ ആർ അലൗഡ് ഓൺ പേയ്മെൻറ്റ് ബേസിസ്. ആക്ച്വൽ പേയ്മെൻറ്റ് നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ദേ ആർ അലൗഡ് ഓൺലി ഇഫ് പെയ്ഡ് ബൈ ഓണർ ആൻഡ് നോട്ട് ബൈ ടെനൻറ്റ് ഇൻ എനി കേസ്. മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് ഓണർ നടത്തുന്ന മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റിന് മാത്രമേ ഡിഡക്ഷൻ കിട്ടൂ. നെക്സ്റ്റ്, ഡിഡക്ഷൻസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സെക്ഷൻ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. Standard deduction allowed is 30% of net annual value. It is automatic deduction. Even if question do not provide it, this deduction must be allowed. No standard deduction if net annual value is nil or negative. അതായത് ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാകും. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകാം, റിപ്പയർ ഉണ്ടാകാം, പെയിൻറ്റിങ് ഉണ്ടാകാം. അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസസിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് റൈറ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 30% ഡിഡക്റ്റ് ചെയ്യാം. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ പോലും നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ മുകളിൽ നമുക്കെന്ത് ചെയ്യാം? പോസിറ്റീവ് നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ മുകളിൽ നമുക്കെന്ത് ചെയ്യാം? 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുത്താം. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് വരുത്താം. ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് വരുത്താവുന്നതാണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. Where the property has been acquired, constructed or repaired with borrowed capital, the amount of interest payable is allowed as deduction. Interest paid or payable for the period prior to previous year in which property is acquired is allowed as deduction. ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുവാൻ വേണ്ടിയോ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയോ റിപ്പയർ ചെയ്യാൻ വേണ്ടിയോ പണം കടം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ വാങ്ങാം. പ്രോപ്പർട്ടി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പേയ്മെൻറ്റിനും നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ കിട്ടും. അതായത് പ്രയർ പീരീഡ് ഇൻട്രസ്റ്റിന് അടുത്ത 5 പ്രോപ്പർട്ടി കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞ് 5 വർഷം കൊണ്ട് നമുക്ക് ഡിഡക്ഷൻ വാങ്ങാവുന്നതാണ്.
ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തു, ലോൺ അടയ്ക്കാൻ വൈകിയതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ വീണ്ടും എന്ത് വരുന്നു, പെനാൽറ്റി ഇൻട്രസ്റ്റ് വരുന്നു. ആ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, അതായത് ഇൻട്രസ്റ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റിന് നമുക്ക് ഡിഡക്ഷൻ അലൗഡ് അല്ല. ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ നമ്മുടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് അല്ല ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഡിഡക്ഷൻ എങ്ങനെ അവൈൽ ചെയ്യാമെന്ന് നോക്കാം. ഓൺലി ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി അലൗഡ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 വിൽ നോട്ട് ബി അലൗഡ്. നമുക്കറിയാം സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ നില്ലാണ്. അപ്പോൾ ആനുവൽ വാല്യൂവിൻ്റെ മുകളിൽ നൽകേണ്ട ഒന്നാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ ആനുവൽ വാല്യൂ 0 ആവുന്ന കേസിലും നെഗറ്റീവ് ആവുന്ന കേസിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ അല്ല. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് അവൈലബിൾ ആവുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലാണ്. അതിലെ കേസ് 1 നോക്കാം. വേർ എമൗണ്ട് ഈസ് ബോറോഡ് ഫോർ ദി പർപ്പസ് ഓഫ് റിപ്പയർ ആൻഡ് റിന്യൂവൽ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, ഡിഡക്ഷൻ വിൽ ബി ആക്ച്വൽ ഇൻട്രസ്റ്റ് സബ്ജക്റ്റ് ടു മാക്സിമം ഓഫ് 30,000. റിപ്പയർ ഓർ റിന്യൂവൽ പർപ്പസിന് അല്ലെങ്കിൽ 1/4/1999 മുൻപോ എടുത്തിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാക്സിമം നമുക്ക് 30,000 രൂപ ഡിഡക്ഷൻ അവൈൽ ചെയ്യാൻ പറ്റും. അതായത് റിപ്പയറിന് വേണ്ടിയിട്ടോ റിന്യൂവൽ പർപ്പസിന് വേണ്ടിയിട്ടോ ആണ് ലോൺ എടുത്തതെങ്കിൽ, അതല്ല 1/4/1999 മുമ്പ് എടുത്തിട്ടുള്ള ലോൺ ആണെങ്കിൽ മാക്സിമം നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഈ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30,000 രൂപയാണ്. കേസ് 2, where the property is acquired or constructed with borrowed capital, the amount is borrowed on or after 1/4/1999 and the acquisition or construction is completed within 5 years of the end of financial year in which amount was borrowed. Deduction will be actual interest subject to maximum of 2 lakh. അതായത് പ്രോപ്പർട്ടി കൺസ്ട്രക്റ്റ് ചെയ്യാനോ അക്വയർ ചെയ്യാനോ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തതെങ്കിൽ 1/4/1999 ശേഷമോ അല്ലെങ്കിൽ അന്നോ ആണ് ലോൺ എടുത്തതെങ്കിൽ, ലോൺ എടുത്ത് 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 2 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഡിഡക്ഷൻ ചെയ്യാം. അതായത് 3 കണ്ടീഷൻസാണ് അവിടെ നോക്കേണ്ടത്. ലോൺ എടുത്തിട്ടുള്ളത് ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. 1/4/1999 അതിന് ശേഷമോ ആയിരിക്കണം ലോൺ എടുത്തത്. ലോൺ എടുത്തിട്ട് 5 വർഷത്തിനുള്ളിൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് മാക്സിമം 2 ലക്ഷം വരെ ഡിഡക്ഷൻ അവൈൽ ചെയ്യാം. ഹൗ കമ്പ്യൂട്ടേഷൻ ഈസ് മെയ്ഡ്. എങ്ങനെയാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ എന്തെങ്കിലും മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ആക്ച്വൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ പോസിറ്റീവ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ചെയ്യാം. ദെൻ സെക്ഷൻ 24 അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ചെയ്യാം. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുക. കിട്ടുന്ന ആൻസർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. കിട്ടുന്ന ആൻസറിനെ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. ഫെയർ റെൻറ്റ് 80,000, ആക്ച്വൽ റെൻറ്റ് 72,000, മുനിസിപ്പൽ വാല്യൂ 50,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് 60,000, മുനിസിപ്പൽ ടാക്സ് 20%, ഇൻട്രസ്റ്റ് പെയ്ഡ് 18,000. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതാണ്, ഫെയർ റെൻ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂ കമ്പയർ ചെയ്യുക. അതിൽ ഹയർ എടുക്കുക. ഇവിടെ ഫെയർ റെൻ്റൽ വാല്യൂ 80,000, മുനിസിപ്പൽ വാല്യൂ 50,000 അതിൽ കമ്പയർ ചെയ്യുന്നു. അതിൽ ഹയർ എടുക്കുന്നു 80,000. ആ റിസൾട്ടും സ്റ്റാൻഡേർഡ് റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിൽ ലോവർ എടുക്കുന്നു. 80,000 റിസൾട്ട്,
സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് 60,000 രണ്ടും കമ്പയർ ചെയ്യുന്നു. അതിൽ ലോവർ 60,000. ആ 60,000 നമ്മൾ വിളിക്കുന്നു എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് വിളിക്കുന്നു. എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിൽ ഹയർ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വൽ റെൻറ്റ് 72,000 ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ റെൻ്റാണ് ഹയർ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 72,000. ഇനി കമ്പ്യൂട്ടേഷൻ ടേബിളിലേക്ക് വരിക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കണ്ടെത്തി 72,000. 72,000 നിന്നും മുനിസിപ്പൽ ടാക്സ് 20%. മുനിസിപ്പൽ ടാക്സ് മുനിസിപ്പൽ വാല്യൂൻ്റെ മുകളിലാണ് കാണേണ്ടത്. മുനിസിപ്പൽ ടാക്സ് 20% ഓഫ് മുനിസിപ്പൽ വാല്യൂ, അതായത് 50,000. 50,000 20% 10,000. ലെസ് ചെയ്യുക. ലെസ് ചെയ്ത് കിട്ടുന്ന ആൻസർ നെറ്റ് ആനുവൽ വാല്യൂ 62,000. അതിൽ നിന്നും സെക്ഷൻ 24A അനുസരിച്ചുള്ള ഫ്ലാറ്റ് റൈറ്റ് ആയിട്ടുള്ള 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യുക. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30% എന്ന് പറയുന്നത് 18,600 ലെസ് ചെയ്യുന്നു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 18,000 ലെസ് ചെയ്യുന്നു. കിട്ടുന്ന ആൻസർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാനിവിടെ നൽകിയത്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു.